തൃശൂർ ചാവക്കാടും ദേശീയപാതയിൽ വിള്ളൽ. മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്താണ് റോഡ് വീണത്. ഇന്നലെ വൈകിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ സ്ഥലത്തെത്തി ടാറിട്ട വിള്ളൽ അടയ്ക്കുകയായിരുന്നു. നിലവിൽ ഈ ഭാഗത്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ തൃശ്ശൂരിലും ഇപ്പോൾ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ സംഭവത്തിൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. സംഭവം ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തുള്ള മേൽപ്പാലത്തിലാണ് ഇത്തരത്തിൽ 50 മീറ്ററോളം നീളത്തിൽ വിള്ളൽ കണ്ടത്. ഇന്നലെയാണ് ഈ വിള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ദൃശ്യങ്ങൾ നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. നാട്ടുകാർ നടക്കാനിറങ്ങിയ നാട്ടുകാരാണ് ഈ വിള്ളൽ കണ്ടത്. ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇന്നലെ തന്നെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇതോടെ ഇന്ന് രാവിലെ ഈ ദേശീയപാത അധികൃതർ എത്തി പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് കുഴി അടയ്ക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നാട്ടുകാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കാരണം നാട്ടുകാർക്ക് കടുത്ത ഭീതിയുണ്ട്. ഈ വിള്ളലിലൂടെ വീണ്ടും വെള്ളം ഇറങ്ങി കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായതുപോലെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള ആശങ്ക കൂടി ഈ നാട്ടുകാർക്കുണ്ട്. നമുക്കറിയാം ഈ ഭാഗത്ത് തന്നെയാണ് നേരത്തെയും നിർമ്മാണത്തിലുള്ള പാലം ഇടിഞ്ഞ് ക്രെയിൻ റോഡിലേക്ക് വീഴുന്നൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ തരത്തിൽ മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടത്. ടാറിങ്ങിനാണ് വിള്ളൽ ഉള്ളതെങ്കിലും അതിലൂടെ വെള്ളം ഇറങ്ങിയ ശേഷം കൂടുതൽ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ഇപ്പോൾ നാട്ടുകാർ അവിടെ തടിച്ചുകൂടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാർ ആ വിള്ളലിൽ മിശ്രിതമിട്ട് അടച്ച ഭാഗം വിരലുകൊണ്ട് തന്നെ തോണ്ടുമ്പോൾ തന്നെ അത്തരത്തിൽ ആ മിശ്രിതം പുറത്തേക്ക് വരുന്ന സ്ഥിതി ഉണ്ടെന്ന് കൂടി ഒരു ആരോപണം ഉണ്ട്. എന്തായാലും ഇതിൽ ദേശീയപാത അധികൃതർ കൃത്യമായ മറുപടി അല്ലെങ്കിൽ പരിശോധന കൂടുതൽ നടത്തിയത് അപകടകരമായ രീതിയിലുള്ള വിള്ളലല്ല അല്ലെങ്കിൽ ആണ് എന്ന തരത്തിലുള്ളൊരു ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും ഈ വിള്ളൽ ഇന്നലെ വൈകിട്ട് വാർത്ത ആയതോടുകൂടി ഇന്ന് രാവിലെ വിള്ളൽ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് അടക്കുകയായിരുന്നു.